പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്തേ. നാം ഇവിടെ ചർച്ച ചെയ്യുന്നു ചാരവശാൽ ബുധൻ്റെ കുംഭൻ രാശിയിലേക്കുള്ള പ്രവേശനം. അത് എപ്രകാരം ഓരോ രാശിക്കാർക്കും ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയം. കഴിഞ്ഞ 20 ദിവസമായി മകരൻ രാശിയിലായിരുന്നു ബുധൻ. ഇപ്പോഴിതാ ബുധൻ ശക്തനായി കുംഭൻ രാശിയിലേക്ക് വന്നിരിക്കുന്നു. കുംഭം ബുധൻ്റെ സുഹൃത്ത് രാശിയാണ്. അതിനാൽ മകരത്തിലായാലും കുംഭത്തിലായാലും ബുധൻ ഫലത്തെ പ്രദാനം ചെയ്യും. പക്ഷേ ഇവിടെ കുംഭം ശനിയുടെ മൂലക്ഷേത്രമാകയാൽ മകരത്തെക്കാളും ബുധന് കുറച്ചുകൂടി ശക്തി പ്രദാനം ചെയ്യുന്ന ഭാവമാണ് കുംഭൻ രാശി. പക്ഷെ ആശ്രയഫലം അത്ര നല്ലതല്ല. പരകർമ്മകൃത്, അന്യന് വേണ്ടി ജോലി ചെയ്യുക, അസ്വഹ ധനം കുറയുക, ശില്പബുദ്ധി എഞ്ചിനീയറിംഗ് ടാലൻറ്റ് പ്രകടിപ്പിക്കുക, വിഷ്ടികരഹ വേതനം വിന ഭാരോദ്വഹനം വിഷ്ടിഹി, ശമ്പളമില്ലാതെ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാവുക. പലപ്പോഴും താൻ ചെയ്യുന്ന ജോലിയേക്കാളും തനിക്ക് എന്ത് ലഭിക്കില്ല, അംഗീകാരമോ ശമ്പളമോ അത്ര ലഭിച്ച് എന്ന് വരില്ല. അതാണ് വിഷ്ടികരഹ, വേതനം വിന ഭാരോദ്വഹനം വിഷ്ടിഹി എന്ന് ഫലം. ഏതായാലും നമുക്ക് ഈ ബുധൻ്റെ ചാരവശാലുള്ള കുംഭൻ രാശിയിലേക്കുള്ള മാറ്റം 65 ദിവസമാണ് ബുധൻ കുംഭൻ രാശി നിൽക്കുന്നത്. ഫെബ്രുവരി 3 മുതൽ ഏപ്രിൽ 10 വരെയുള്ള 65 ദിനങ്ങളാണ് ബുധൻ നിൽക്കുന്നത്. അതിനാൽ ഓരോ രാശിക്കാർക്കും എങ്ങനെയാണ് ഈ ബുധൻ്റെ ശുഭാശുഭ വിഷയങ്ങൾ എന്നാണ് നാം ചിന്തിക്കുന്നത്. മൂലം പുരാടം ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴികയുടെ 2.25 നക്ഷത്ര സമൂഹം. ഇവിടെ ധനുരാശിക്കാർക്ക് ബുധൻ നിൽക്കുന്നത് ഏതെല്ലാം ഭാവങ്ങളുടെ ആധിപത്യമാണ്? വിവാഹാദി 7ാം ഭാവാധിപനാണ്. മറ്റൊന്ന് അവരുടെ കർമാധിപനാണ്. ഈ ബുധൻ നിൽക്കുന്നത് 3ാം ഭാവത്തിലാണ്. പാപഗ്രഹങ്ങൾ 3ാം ഭാവത്തിൽ നിന്നാൽ വളരെ നല്ലതാണ്. പക്ഷേ ശുഭഗ്രഹങ്ങൾ ബുധൻ ഒഴിച്ചുള്ള ശുഭഗ്രഹങ്ങൾ 3ാം ഭാവത്തിൽ വന്നാൽ വളരെ ദോഷമാണ്. വ്യാഴമായാലും ശുക്രനായാലും. പക്ഷേ ബുധൻ വന്നാൽ വലിയ ഫലമാണ് പറഞ്ഞിരിക്കുന്നത്. പ്രബലഹ എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. ഇയാൾ വളരെ ശക്തനാകും. അതിനാൽ പല ഉത്തരവാദിത്തങ്ങളും തനിക്ക് ലഭിക്കും. പ്രത്യേകിച്ച് ബ്രോക്കേഴ്സുമായി ബന്ധപ്പെടുന്നവർക്ക്, കർമ്മമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക്, അതേ രീതിയിൽ യാത്ര പോകുന്നവർക്കൊക്കെ തന്നെ 3ലെ ബുധൻ ദേ വിൽ ഡു എ സ്പെഷ്യൽ ഓഫർ ടു സാജിറ്റേറിയൻസ്. ധനുരാശിക്കാർക്ക് നല്ലതാണ്. നിങ്ങളിവിടെ മനസ്സിലാക്കണം. മണിക്മിത്രത പണ്ണികൃത് വൃത്തിച്ചിലഹ വജിത്വം ധിയ ദുർവശാനാമുപേതി. 3ൽ ബുധൻ വരുമ്പോൾ വശിത്വം ധിയ ദുർവശാനാമുപേതി, തൻ്റെ ബുദ്ധി കൊണ്ട് ദുർവശന്മാർ ഷാഠ്യം ചെയ്തു നിൽക്കുന്ന ജനങ്ങളെപ്പോലും തനിക്ക് സമീപിച്ച് തൻ്റേതാക്കാൻ കഴിയും. വണിക് മിത്രത വലിയ വ്യാപാരികളുടെ സുഹൃത്താവും. പണ്യകൃത് വാങ്ങലും കൊടുക്കലും കച്ചവടം ചെയ്യും. നല്ല ഫലം പറഞ്ഞിരിക്കുന്നു 3ലെ ബുധനി. വിനീതോതി ഭോഗം ഭജ സന്യസത്വ, തനിക്ക് സന്യസിക്കുവാനുള്ള യോഗം വരും. പലപ്പോഴും ഫാമിലി ലൈഫിൽ അസ്വസ്ഥത വരുമ്പോൾ തീർത്ഥ സ്ഥലങ്ങൾ സന്ദർശിക്കുക, പിതൃക്കളുടെ കർമ്മം ചെയ്യുക. ഭവേ ദീക്ഷിത സ്വർദുനി സ്നാതക, താൻ സ്വർഗങ്ങളിൽ പോയി മുങ്ങിക്കുളിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനാൽ തീർത്ഥസ്ഥലങ്ങൾ, പിതൃക്കളുടെ കർമ്മം ചെയ്യുക, പൈതൃകമായ ശ്രാദ്ധാദി കർമ്മങ്ങൾ അനുഷ്ഠിക്കുക. അതിലൂടെ ആത്മസംതൃപ്തി, അതാണ് ഏറ്റവും പ്രധാനം. സന്തോഷമേവ പുരുഷസ്യ പരം നിധാനം, തൻ്റെ സന്തോഷമാണ്, ആത്മസംതൃപ്തിയാണ് ഏറ്റവും വലിയ നിദാനം. കാരണം അപ്രകാരം നിങ്ങളെ കർമ്മത്തിൽ ഡെഡിക്കേഷൻ ആവുക. ഈ ഒരു സമയം വ്യാപാരികൾക്ക് രക്ഷപ്പെടാം. പക്ഷെ അവിടെയൊക്കെ പരിമിതികളുണ്ടെന്ന് മനസ്സിലാക്കണം. കാരണം ഒരിക്കലും കുംഭത്തിലും മകരത്തിലും നിൽക്കുന്ന ബുധനി വളരെ ശക്തമായ ഫലമല്ല പറഞ്ഞത്. പരകർമ്മകൃത്, അന്യനെ സേവിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അസ്വഹ വേണ്ടത്ര ധനം കിട്ടില്ല. വിഷ്ടികരഹ ശമ്പളം കിട്ടാതെ ഭാരം വഹിക്കും. ഇങ്ങനെ കുറേ ദുരിതങ്ങളൊക്കെ ഉണ്ട് ഈ ബുധന്, മകരകുംഭത്തിലെ ബുധന്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, ഈ ബുധൻ എന്തായാലും ഈ 10-65 ദിവസം കുറേ നന്മകൾ പ്രദാനം ചെയ്യപ്പെടുമെന്ന് അറിയുക. നന്ദി, നമസ്തേ.